നമസ്കാരം. കർക്കിടക മഴ പെയ്തിറങ്ങുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയേകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. രാമായണ ശീലുകളുടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിനൊപ്പം പ്രകൃതി നൽകുന്ന അത്ഭുതങ്ങളെ നെഞ്ചേറ്റുന്ന മാസം കൂടിയാണിത്. ഈ പഞ്ഞകർക്കിടകത്തിൽ നമ്മുടെ ഉള്ളിലും ഇല്ലത്തും ഐശ്വര്യം നിറയ്ക്കാൻ പ്രകൃതി കാത്തുവെച്ചിട്ടുള്ള 10 ദിവ്യ ഔഷധങ്ങളാണ് ദശപുഷ്പങ്ങൾ. കേവലം 10 പൂക്കളല്ല ഇവ, മറിച്ച് പ്രകൃതിയുടെ 10 കാവൽക്കാരാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ 10 സസ്യങ്ങളും 9 ഗ്രഹങ്ങളെയും ദേവതകളെയും പ്രതിനിധീകരിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നും ഇവ തലയിൽ ചൂടുന്നതിൻ്റെയും നമ്മുടെ വീടുകളിൽ വയ്ക്കുന്നതിൻ്റെയും പ്രാധാന്യം എന്താണെന്നുമാണ്. നമുക്ക് ഈ 10 ദിവ്യ സസ്യങ്ങളെ ഓരോന്നായി പരിചയപ്പെടാം. ഒന്നാമത്തേത് കറുക. ആദിത്യൻ അഥവാ സൂര്യഭഗവാനാണ് കറുകയുടെ ദേവത. ദീർഘായുസ്സിനും ശരീരത്തിലെ അഴുക്കുകൾ നീക്കാനും കറുക ഉത്തമമാണ്. പിതൃക്കൾക്ക് ഏറെ പ്രിയപ്പെട്ട ബലിദ്രവ്യങ്ങളിൽ ഒന്നുകൂടിയാണിത്. രണ്ടാമത്തേത് ചെറൂള. യമധർമ്മനാണ് ചെറൂളയുടെ ദേവത. ആയുസ് വർദ്ധിപ്പിക്കാനും നമ്മുടെ പാപങ്ങൾ നശിപ്പിക്കാനും ഈ കുഞ്ഞു പൂക്കൾ സഹായിക്കും. ശരീരത്തിലെ അമിത ചൂട് കുറയ്ക്കാനും ഇതിന് കഴിവുണ്ട്. മൂന്നാമത്തേത് ഉഴിഞ്ഞ. യമരാജനാണ് ഇതിൻ്റെയും ദേവത. ശാരീരികമായ അസ്വസ്ഥതകൾ നീക്കാനും ദോഷങ്ങൾ അകറ്റാനും ഉഴിഞ്ഞ തലയിൽ ചൂടുന്നത് നല്ലതാണ്. നാലാമത്തേത് പൂവാംകുറുനില. ബ്രഹ്മാവാണ് പൂവാംകുറുനിലയുടെ ദേവത. ദാരിദ്ര്യം അകറ്റാനും ശരീരത്തിന് നല്ല തണുപ്പ് നൽകാനും ഈ കുഞ്ഞു വയലറ്റ് പൂക്കൾക്ക് കഴിയും. നേത്രരോഗങ്ങൾക്കുള്ള മികച്ച ഔഷധം കൂടിയാണിത്. അഞ്ചാമത്തേത് മുയൽച്ചെവിയൻ. കാമദേവനാണ് മുയൽച്ചെവിയൻ്റെ ദേവത. മാംഗല്യസിദ്ധിക്കും ആകർഷണ ശക്തിക്കും ഈ ചെടി മികച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ടോൺസിലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക് ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ആറാമത്തേത് നിലപ്പന. ഭൂമിദേവിയാണ് നിലപ്പനയുടെ പ്രതീകം. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ഈ സസ്യം നമ്മുടെ ശരീരത്തിലെ പലതരം ക്ഷീണങ്ങളെയും ബലഹീനതകളെയും മാറ്റാൻ സഹായിക്കും. ഏഴാമത്തേത് കയ്യോന്നി. ഭൈരവൻ അഥവാ ശിവനാണ് കയ്യോന്നിയുടെ ദേവൻ. കാഴ്ചശക്തിക്കും തലച്ചോറിൻ്റെ ഉണർവിനും അത്യുത്തമമാണ്. മുടിയുടെ വളർച്ചയ്ക്കും അകാലനര തടയാനും നാം സാധാരണയായി കയ്യോന്നി ഉപയോഗിക്കാറുണ്ട്. എട്ടാമത്തേത് വിഷ്ണുക്രാന്തി. പേര് സൂചിപ്പിക്കുന്നത് പോലെ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഇതിൻ്റെ ദേവൻ. വിദ്യയും ബുദ്ധിയും വർദ്ധിക്കാനും ഓർമ്മശക്തിക്കും വിഷ്ണുക്രാന്തി തലയിൽ ചൂടുന്നത് ഉത്തമമാണ്. ഒൻപതാമത്തേത് തിരുതാളി. പരമശിവനാണ് തിരുതാളിയുടെ അധിപൻ. വംശവർദ്ധനവിനും കുടുംബത്തിൽ ഐശ്വര്യവും ലക്ഷ്മി സാന്നിധ്യവും ഉണ്ടാകാനും തിരുതാളി സഹായിക്കും. പത്താമത്തേത് മുക്കൂറ്റി. ആദിപരാശക്തിയായ പാർവതി ദേവിയാണ് മുക്കൂറ്റിയുടെ ദേവത. ഭർത്താവിൻ്റെ ആയുസ്സിനും ദാമ്പത്യ സൗഖ്യത്തിനും വേണ്ടി സുമംഗലിമാരായ സ്ത്രീകൾ മുക്കുറ്റി ചൂടുന്നത് പണ്ടുമുതലേയുള്ള ഒരു ആചാരമാണ്. എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ ദശപുഷ്പങ്ങൾ മുടിയിൽ ചൂടണമെന്ന് പറയുന്നത്? ഇതിനു പിന്നിൽ ശക്തമായ ശാസ്ത്രീയവും ആത്മീയവുമായ കാര്യങ്ങളുണ്ട്. കർക്കിടകത്തിലെ കനത്ത മഴ കാരണം അന്തരീക്ഷത്തിൽ ഈർപ്പം വളരെ കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ശരീരത്തിൽ വാതപിത്ത കഫദോഷങ്ങൾക്ക് കാരണമാകുന്നു. നാം ദശപുഷ്പം തലയിൽ ചൂടുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ നമ്മുടെ ശിരോചർമ്മത്തിലൂടെ ശരീരത്തിലേക്ക് പതുക്കെ ഇറങ്ങിച്ചെല്ലുന്നു. ഇത് കണ്ണുവേദന, തലവേദന, ജലദോഷം, മുടികൊഴിച്ചിൽ എന്നിവയിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. ആത്മീയമായി പറഞ്ഞാൽ ഓരോ സസ്യത്തിലുമുള്ള ദേവതാ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കാനും കുടുംബത്തിൽ മാംഗല്യവും ദീർഘസുമംഗലി ഭാവവും നിലനിർത്താനും ഇത് സഹായിക്കും. മുടിയിൽ ചൂടുന്നതിന് മാത്രമല്ല, കർക്കിടകത്തിൽ വീടുകളിൽ ദശപുഷ്പങ്ങൾ വയ്ക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. കർക്കിടക സംക്രാന്തി ദിവസം നാം വീടും പരിസരവും വൃത്തിയാക്കി ദാരിദ്ര്യത്തിൻ്റെ ദേവതയായ ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ, അതായത് ലക്ഷ്മി ദേവിയെ അകത്തേക്ക് സ്വീകരിക്കുന്നു. ലക്ഷ്മി ദേവിയെ സ്വീകരിക്കാനായി പൂജാമുറിയിലോ ഉമ്മറത്തോ ഒരു താമരയിലയിലോ കിണ്ടിയിലോ ദശപുഷ്പങ്ങൾ ഒരുക്കി വയ്ക്കാറുണ്ട്. ഇത്
വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു. കൂടാതെ മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ പടരുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ ഈ ഔഷധ സസ്യങ്ങളിലൂടെ സാധിക്കുന്നു. പ്രകൃതിദത്തമായ ഒരു എയർ പ്യൂരിഫയർ ആയി ഇവ പ്രവർത്തിക്കുന്നു എന്ന് പറയാം. നമ്മുടെ തൊടിയിലും പറമ്പിലും വളരെ എളുപ്പത്തിൽ വളരുന്ന ഈ 10 സസ്യങ്ങൾ ഇന്ന് പലരുടെയും വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കർക്കിടകത്തിൽ നമുക്ക് നമ്മുടെ ഈ പ്രകൃതിദത്ത സമ്പത്തിനെ തിരികെ പിടിക്കാം. നിങ്ങളുടെ പറമ്പിൽ ഇത് ഏതൊക്കെ ചെടികളാണുള്ളതെന്ന് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരം കൂടുതൽ ആത്മീയവും ആരോഗ്യപരവുമായ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു കർക്കിടക മാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.